ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. തൃശ്ശൂരിൽ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേരെ ആക്രമണം. ഫാർമസി മുറിയിലേക്ക് ദ്രാവകം വലിച്ചെറിഞ്ഞ ശേഷം തീയിട്ടു. തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, എന്താണ് ഈ രാത്രി അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. 7 മണിയോടുകൂടി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മുഖം മൂടി ധരിച്ച്, അത് മാസ്ക് ധരിച്ചെത്തിയ ഒരാൾ ഈ വിൽവട്ടം ആശുപത്രിയിൽ എത്തുകയും പിന്നീട് ഈ ഫാർമസി റൂമിലേക്കും ഓഫീസിലേക്കും ഈ പെട്രോൾ ഒഴിച്ച് തീയിട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഈ പെട്രോൾ ഒഴിച്ച് തീയിടുന്നതിനിടയിൽ ഈ പെട്രോൾ ശരീരത്തിലേക്ക് വീണാണ് ജീവനക്കാരന് പരിക്കേറ്റത്. ഈ ആശുപത്രിയിലെ UD ക്ലർക്കായിട്ടുള്ള അനൂപിനാണ് പരിക്കേറ്റത്. ഈ പാന്റിൽ തീ പിടിക്കുകയായിരുന്നു. പെട്രോൾ വീണ് പാന്റ് ആകെ തീ പിടിച്ചു. കാലിന് വലിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരടക്കം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ എത്തിയ ഒരു വ്യക്തി, പുരുഷനാണ്. അയാൾ ഈ മരുന്നിന് ക്വാളിറ്റി ഇല്ല, ഇവിടെ നിന്ന് കഴിച്ച മരുന്നിനെ തുടർന്ന് അലർജി ഉണ്ടായി എന്ന തരത്തിൽ ഈ ആശുപത്രി ജീവനക്കാരുമായി തർക്കിച്ചിരുന്നു. അവരോട് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഈ ശരിപ്പെടുത്തുമെന്ന തരത്തിലെല്ലാം ഭീഷണിപ്പെടുത്തി ഒരാൾ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ജീവനക്കാരുടെ സംശയം അന്ന് ഈ ഭീഷണി മുഴക്കിയ ആൾ തന്നെയാണ് ഇന്ന് മുഖംമൂടി ധരിച്ചെത്തി ഇവിടെ ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പൊള്ളലേറ്റ ജീവനക്കാരനെ നിലവിൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ മരുന്നിന് ഗുണമേന്മയില്ല എന്ന തരത്തിലായിരുന്നു അന്ന് ഈ തർക്കം നടന്നതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ ഓഫീസ് ആവശ്യങ്ങൾക്ക്, അതായത് ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് 3 ജീവനക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ പെട്രോളുമായി എത്തി 2 മുറിക്കകത്തേക്കും പെട്രോൾ ഒഴിച്ച് തീയിടുന്നത്. എന്തായാലും ഇവിടുത്തെ കൗൺസിലർ കൂടി ചേരുകയാണ്. എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? കഴിഞ്ഞ 18-ാം തീയതിയോ മറ്റോ രാവിലെ വന്ന് മരുന്ന് മേടിച്ചു പോയ ഒരു രോഗി വൈകിട്ട് 5:30 നേരത്ത് ഇന്നിപ്പോൾ പരിക്ക് പറ്റിയ ജീവനക്കാരൻ തന്നെയുള്ള നേരത്താണ് വരുന്നത്. വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കും. അപ്പോഴും ഈ ഡോക്ടർമാരാരുമില്ല. ഈ സമയത്ത് വന്ന് എനിക്ക് മരുന്ന് കഴിച്ചിട്ട് അലർജി ഉണ്ടായി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഡോക്ടറൊന്നും അല്ലാത്തതുകൊണ്ട് ആ വിവരങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിനെ അപ്പോൾ നിങ്ങളെയൊക്കെ ശരിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയതെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്നും ഈ വൈകുന്നേരം ഉദ്ദേശം 6:30 ഇദ്ദേഹം ഈ പെട്രോളും കൊണ്ട് വരികയും അപ്രതീക്ഷിതമായി ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഈ മേഖല എന്ന് പറഞ്ഞത് ഒരു ഗ്രാമം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ചുറ്റുപാടും ധാരാളം വീടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പൊതുവെ ജനങ്ങളൊക്കെ ഇവിടെ ചുറ്റുപാടുള്ളവരൊക്കെ ഈ ആശുപത്രിയുമായി വളരെ അടുപ്പവും ബന്ധമുള്ളവരാണ്. ഈ പരിസരത്തുള്ളവരാരും പെട്ടെന്ന് പെട്രോൾ ഒഴിക്കുകയും ഇത് ഉണ്ടാവുകയും ചെയ്തത്. അതിൻ്റെ കൂടെ ഇവിടെ 108 ആംബുലൻസിൻ്റെ 2 ജീവനക്കാരുള്ളത് കൊണ്ടാണ് ഇത്. അല്ലെങ്കിൽ അത് വളരെ അപകടം. കാരണം ഇദ്ദേഹം പെട്ടെന്ന് ഷോക്കായി പോയി. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് പിടിയില്ലാതായപ്പോഴേക്കും അദ്ദേഹം ആ ഡ്രൈവർ വളരെ എക്സ്പെർട്ടായിരുന്നു. 108-ലെ അങ്ങനെയാണ് വിജയകുമാർ. എന്തായാലും ഈ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ തീയിട്ടതിന് ശേഷം ആൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, ഈ പ്രതിയായ ആൾ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വിയൂർ പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ്. ഫാർമസി മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം തീയിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയും ഒരു ജീവനക്കാരന് പരിക്കേറ്റു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല, മുഖംമൂടി ധരിച്ചിരുന്നു. അയാൾ നേരത്തെ അവിടെ എപ്പോഴോ വന്ന ആശുപത്രി ജീവനക്കാരുമൊക്കെയായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട ഒരു ആളാണ് എന്ന് സംശയിക്കുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് 14 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള സുഹൃത്തിനും പനി ലക്ഷണങ്ങളുണ്ട്. 30 പേരെ ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക നിപ വാർഡ് തുറന്നു. മലപ്പുറം കളക്ട്രേറ്റിൽ കൺട്രോൾ റൂമും പ്രവർത്തനം തുടങ്ങി. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് ഈ മാസം 10-നാണ് പനി ബാധിക്കുന്നത്. ജൂലൈ 12-ന് പാണ്ടിക്കാട് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സിച്ചു. ജൂലൈ 13-ന് പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ജൂലൈ 15-ന് ഇതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് തന്നെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കുട്ടി അബോധാവസ്ഥയിലായി. അവിടെ നിന്ന് ഇന്നലെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ടോടെയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത്. നിലവിൽ ഗുരുതരാവസ്ഥയിലായ കുട്ടി വെന്റിലേറ്ററിലാണ്. ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ
പ്രത്യേകിച്ച് കോൺടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈ റിസ്ക് കോൺടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോൺടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈ റിസ്ക് കോൺടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ എന്നിവർ ഉൾപ്പെടെ 214 പേർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഹൈറിസ്ക് വിഭാഗത്തിൽ 60 പേരാണുള്ളത്. 15 പേരുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. അതേസമയം കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട സുഹൃത്തിന് പനി സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വലിയ ആൾക്കൂട്ടമുണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത്. പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം. നാളത്തെ ദിവസം മദ്രസ, അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ 2 പഞ്ചായത്തുകളിലും അവധിയായിരിക്കും. പ്രദേശത്ത് കടകൾ രാവിലെ 10 മുതൽ 5 വരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ. സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. പൊതുചടങ്ങിൽ പരമാവധി ആളുകളെ കുറയ്ക്കാനാണ് നിർദ്ദേശം. 24 മലപ്പുറം. നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്ന 15 പേരുടെ ശവം പരിശോധനയ്ക്ക് അയച്ചു. രോഗബാധിതർക്ക് നൽകുന്ന മോണോക്ലോണൽ ആന്റിബോഡി നാളെ എത്തിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 214ഓളം കോണ്ടാക്ട്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 60ഓളം ഹൈ റിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട്. പേഷ്യൻറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കോണ്ടാക്റ്റ് പോലും വിട്ടുപോകാതെ എല്ലാവരും ഈ മോൻ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 10-ാം തീയതിയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. 11-ാം തീയതി പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉള്ള എവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും പ്രസിദ്ധീകരിക്കും. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കടകൾ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ മാത്രം. സിനിമാ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയില്ല. മദ്രസ, ട്യൂഷൻ സെന്റർ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചു. പൊതുചടങ്ങുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ മലപ്പുറത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഷഹദ്, ഈ കുട്ടിയുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു. കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നറിയുന്നു. കുട്ടിയുടെ ഒരു സുഹൃത്തിന് പനി ലക്ഷണങ്ങളുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. കുട്ടി വെന്റിലേറ്ററിലാണ്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയം മുൻപ് മാറ്റി. അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിരീകരിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 വാർഡുകളാണ് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ മലപ്പുറം, മഞ്ചേരിയിലും ഇത്തരത്തിൽ 30 വാർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ച ഈ 2 പഞ്ചായത്തുകളിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടങ്ങളിൽ, അതായത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുമ്പോൾ പോലും അവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരില്ല. അതായത് ബാരിക്കേഡ് വെച്ച് തടയുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അത്തരം നിയന്ത്രണങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് വരും മണിക്കൂറുകളിലെ സാഹചര്യം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ കടക്കുകയുള്ളൂ. പക്ഷേ അതേ സമയത്ത് 10 മണി മുതൽ 5 മണി വരെ മാത്രമേ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. അതുപോലെ തന്നെ നാളെ ഞായറാഴ്ചയാണ്. എങ്കിലും മദ്രസ, അതുപോലെ തന്നെ ഈ ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും അവധി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മദ്രസയ്ക്കും ട്യൂഷൻ സെന്ററിനും നാളെ പൂർണ്ണാർത്ഥത്തിൽ അവധിയായിരിക്കും. കൂടാതെ ആളുകൾ കൂടുന്ന സിനിമാ സെന്റർ, ഈ സിനിമാ സെന്ററുകൾക്കും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരം സിനിമാ സെന്ററുകൾ തുറക്കരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. കൂടാതെ കല്യാണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുചടങ്ങുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൊതുചടങ്ങുകളിൽ പരമാവധി ആളുകളെ
കുറഞ്ഞുകൊണ്ട് മാത്രമേ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ എന്നൊരു നിയന്ത്രണമാണ് വന്നിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ 214 പേരാണ് ഇപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 15 പേരുടെ സ്രവമാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. അതിൽ 60 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ വരുന്നത്. ഒരുപക്ഷെ നാളെ ഇതിന്റെ എണ്ണം വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ കൂടുതൽ പരിശോധനകൾക്കായി നമ്മൾ ശ്രമം അയച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന്റെ റിസൾട്ട് എപ്പോഴാണ് വരിക? ഇപ്പോൾ കുട്ടിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്ന ആ കുട്ടിയുടെ ഒരു സുഹൃത്തിന് പനിയുണ്ട് എന്നറിയുന്നു. ബന്ധുക്കളിൽ ക്ലോസ് കോണ്ടാക്റ്റിലുള്ളവരൊക്കെ ആ നിലയിൽ നിരീക്ഷണത്തിലാണ്. അപ്പോൾ കൂടുതൽ പരിശോധനാ ഫലം എപ്പോഴേക്ക് കിട്ടും? വിജയകുമാർ, നിലവിൽ ഈ കുട്ടിയുടെ, അതായത് ഈ രോഗം സ്ഥിരീകരിച്ച 14 വയസ്സുകാരന്റെ സുഹൃത്തിന്റെ പരിശോധനാ ഫലം, സുഹൃത്തിന്റെ സ്രവം ഇന്നാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ വൈകിട്ടോടുകൂടി ഈ പരിശോധനാ ഫലം പുറത്തു വരും എന്നുള്ളതാണ് നിലവിൽ നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇന്നാണ് ഈ പരിശോധന ഫലം അയച്ചിട്ടുള്ളത്. കുട്ടിക്ക് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ബാക്കിയുള്ള ആളുകളുടെ സ്രവവും സമാനമായ രീതിയിൽ ഇന്ന് വൈകിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പരിശോധന ഫലം നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളെ രാവിലെ ആയിട്ടാണ് പുറത്തു വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഹൈറിസ്ക് കാറ്റഗറിയിൽ വരുന്നത് 60 പേരാണ്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ സ്രവം, നിലവിൽ അവർക്ക് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഇവരുടെ സ്രവവും എടുത്ത് പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ കണക്കുകൾ മാറി മറിയും. കാരണം ഇന്ന് രാത്രിയോടുകൂടി കൂടുതൽ ആളുകളുടെ ലിസ്റ്റ് ശേഖരിക്കുന്നുണ്ട്. കൂടാതെ റൂട്ട് മാപ്പ് ഇന്ന് രാത്രി തന്നെ പുറത്തുവിടും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് രാത്രി പുറത്തുവിടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ രാവിലത്തോടുകൂടി ഈ റൂട്ട് മാപ്പ് പുറത്തുവിടും. നാളെ രാവിലെ 9 മണിക്ക് മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ വെച്ച യോഗം ചേരുന്നുണ്ട്. ഉന്നതതല യോഗമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും മറ്റ് DMO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. അപ്പോൾ ഇനി എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും തീരുമാനമുണ്ടാവുക. കാരണം നാളത്തോടു കൂടി ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കും എന്നുള്ളതാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷഹദ് പങ്കുവച്ചത്. ജാഗ്രത, അതുപോലെ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് നിയന്ത്രണം, കൂടുതൽ പരിശോധനാ ഫലം അത് നാളെയോടുകൂടി വരും. അപ്പോൾ കുറെ കൂടി ജാഗ്രത ആ മേഖലയിൽ വേണമെന്നാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്തത് 2018 മെയ്യിലാണ്. എന്തെല്ലാമാണ് നിപയുടെ ലക്ഷണങ്ങൾ? എങ്ങനെ രോഗം വരാതെ നോക്കാം. ഈ റിപ്പോർട്ട് കാണാം. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാം. അസുഖബാധയുള്ള മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം പകരും. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കാലയളവ് 4 മുതൽ 14 ദിവസം വരെയാണ്. പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമാണ് രോഗലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനംപിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളിൽ പ്രധാനമാണ് മാസ്ക് ധരിക്കൽ. സാമൂഹിക അകലം പാലിക്കുക, ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, രോഗിയുമായി അകലം പാലിക്കുക, രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നതും രോഗം വരാതിരിക്കാൻ സഹായിക്കും. വവ്വാൽ കടിച്ച പഴങ്ങൾ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല. ഹെൽത്ത് ഡെസ്ക് 24. മാരക പ്രഹരശേഷിയുള്ള വൈറസാണ് നിപ. എവിടെയാണ് ലോകത്താദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത്? നോക്കാം നിപയുടെ ചരിത്രം. ലോകത്താദ്യമായി 1999-ൽ മലേഷ്യയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. മലേഷ്യയിൽ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും രോഗം പടരുകയാണുണ്ടായത്. മലേഷ്യയിലെ നിപ എന്ന സ്ഥലത്ത് പന്നി കർഷകർക്കിടയിലായിരുന്നു ആദ്യ രോഗവ്യാപനം. ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തിന്റെ പേരുകൊണ്ടാണ് നിപ എന്ന പേരിൽ വൈറസ് അറിയപ്പെടുന്നത്. ഹെനിപ വൈറസ് ജനുസിലെ പാരമിക്സോ വിരിഡെ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് നിപ വൈറസുകൾ. പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ടെറോപ്പസ് ജനുസിൽപ്പെട്ട 4 തരം വവ്വാലുകളാണ് നിപ വൈറസിന്റെ പ്രകൃതിദത്ത വാഹകർ. വവ്വാലിന്റെ കാഷ്ടം, മൂത്രം, ഉമിനീർ, ശുക്ലം എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ രേഖയനുസരിച്ച് മലേഷ്യയ്ക്കും സിംഗപ്പൂരിനും പുറമെ നിപ വൈറസ് ബംഗ്ലാദേശിലെ മെഹർപൂർ ജില്ലയിൽ 2001-ൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ബംഗ്ലാദേശിലെ ഒട്ടേറെ ജില്ലകളിലേക്ക് രോഗം പടരുകയുണ്ടായി. 2012 മാർച്ച് വരെ ബംഗ്ലാദേശിൽ 263 പേരെയാണ് രോഗം ബാധിച്ചത്. ഇവരിൽ 196 പേരും മരിച്ചു. 2001-ൽ ഇന്ത്യയിലെ ബംഗാളിലെ സിലിഗുഡിയിൽ 71 പേരെ നിപ വൈറസ് ബാധിക്കുകയും 50 പേർ മരിക്കുകയും ചെയ്തു. 2007-ൽ പശ്ചിമബംഗാളിലെ നാദിയയിൽ 30 പേർക്ക് രോഗബാധയുണ്ടായി. 5 പേർ മരിച്ചു. വവ്വാൽ ഭക്ഷിച്ച് ഉപേക്ഷിച്ച ഈന്തപ്പഴത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കരുതുന്നത്. ബംഗ്ലാദേശിലും ബംഗാളിലെ നാദിയയിലും
മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടർന്നിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. പനിപ്പേടിയിലാണ് കേരളം. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി ഇന്ന് മരിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയായ 3 വയസ്സുകാരന് ചികിത്സ തുടങ്ങി. ഇന്നലെ രാത്രി പനി കൂടിയതിനെ തുടർന്നാണ് കൊടുവള്ളി സ്വദേശി KC ഷരീഫിന്റെ മകൾ ഫാത്തിമ ബത്തൂലിനെ ആദ്യം വട്ടോളിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. കൊച്ചിയിൽ ഇന്നലെ പനി ബാധിച്ചത് 1061 പേർക്ക്. 32 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 7 പേർക്ക് എലിപ്പനിയും. അതിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കണ്ണൂരിലെ 3.5 വയസ്സുകാരന് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സ തുടങ്ങി. ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകുന്നുണ്ട്. കുട്ടി കുളിച്ച കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം വിലക്കി. മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 14 വയസ്സുകാരൻ 3 ദിവസത്തിനകം ആശുപത്രി വിടും. കൃത്യസമയത്ത് ചികിത്സ നൽകാൻ കഴിഞ്ഞത് നിർണായകമായി. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. 100 മണിക്കൂർ പിന്നിട്ട രക്ഷാദൗത്യം. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് അവിടെയുള്ള സംഘം ഇപ്പോൾ മടങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ പാറയ്ക്കൽ ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ മോശം കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ കാര്യമായ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ നനഞ്ഞ കുതിർന്ന മണ്ണ് ഒരു പ്രശ്നമാണ് എന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും വീണ്ടും മഴ പെയ്തു. എന്താണ് ഈ മോശം കാലാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിജയകുമാർ, ഇന്ന് ഈ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് ആയിരുന്നു. പക്ഷേ പകലൊക്കെ നല്ല തെളിച്ചമുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ചെറിയ തോതിലുള്ള മഴ മാത്രമാണ് ഈ സമയത്ത് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം സുഗമമായി നടന്നു. പ്രതികൂല കാലാവസ്ഥ പകൽ സമയത്ത് അധികം ഉണ്ടായില്ല. പക്ഷേ രാത്രി ആയപ്പോഴേക്കും, അതായത് ഒരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മഴയാണ് ഈ പ്രദേശത്തുള്ളത്. ഈ മണ്ണ് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ ADGPയും IGയും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഒരു 7 മണിയോടുകൂടി SDRFന്റെ സംഘം ഒക്കെ തിരിച്ചുപോയി. അവർ രക്ഷാപ്രവർത്തനം നിർത്തി തിരിച്ചുപോയി. NDRFന്റെ സംഘവും അതുപോലെ തന്നെ ചില മലയാളികളായ രക്ഷാപ്രവർത്തകരും മാത്രമാണ്. രാത്രി 10 മണിവരെ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ തെരച്ചിൽ തുടരാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ 8 മണിയോടുകൂടി ഈ രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഈ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയാണ്. മോശം കാലാവസ്ഥയിൽ മണ്ണ് ഒലിച്ചിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് സംഭവ സ്ഥലത്തേക്ക് പോകുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. ഈ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഇനി അവിടെ നിന്ന് മണ്ണ് മാറ്റുക, അല്ലെങ്കിൽ ആ മണ്ണിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ആ ലോറിയെ കണ്ടെത്തുക അത്രത്തോളം പ്രായോഗികമല്ല. റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഈ 70% സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി ആ സിഗ്നൽ നോക്കി ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ പരിശോധന സാധ്യമല്ല എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ പറയുന്നത്. ഈ മണ്ണ് അവിടുന്ന് ഒലിച്ചിറങ്ങാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഇന്നത്തേക്ക് ഈ രക്ഷാദൗത്യം നിർത്തിയിട്ടുണ്ട്. വിജയകുമാർ. അരുണ, ഇന്നിപ്പോൾ ഈ റഡാർ പരിശോധനയിൽ കൂടുതൽ നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ ഒരു ലോറി ഇത്രയും ദീർഘമായ ദൂരത്ത് കിടക്കുന്നതിൻ്റെ സിഗ്നലുകൾ ലഭിക്കുന്നില്ല എന്നായിരുന്നു ഈ IIT-യിലെ അതിന് നേതൃത്വം നൽകുന്ന വിദഗ്ധർ എന്ന് ഉച്ചയ്ക്ക് പറഞ്ഞത്. അപ്പോൾ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടായി. മണ്ണിനടിയിൽ വളരെ ദീർഘമായ ഒരു സിഗ്നൽ ലഭിച്ചു എന്നാണോ കരുതേണ്ടത്? ഈ 70% എന്ന കണക്കുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. വിജയകുമാർ, ഇന്ന് രാവിലെയൊക്കെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കൃത്യമായ സിഗ്നൽ ലഭിച്ചില്ല. ലോറിയുടേതെന്ന് സംശയിക്കുന്ന, സ്ഥിരീകരിക്കാൻ പറ്റാത്ത ചില സിഗ്നലുകളായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, അതായത് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച വിദഗ്ധരൊക്കെ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുമ്പോഴും ഇത് ലോറിയുടേതാണോ എന്നത് കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നില്ല. വൈകുന്നേരത്തോടു കൂടി ആ പ്രദേശത്ത്, അതായത് ഈ ലോറി കിടക്കുന്നു എന്ന് നേരത്തെ തന്നെ GPS ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ആ പ്രദേശത്ത്
ഒരു സിഗ്നൽ, അതായത് 70% ഉറപ്പുള്ള സിഗ്നൽ കണ്ടെത്തിയെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ രഞ്ജിത്ത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ 3 മണിവരെ കൃത്യമായ രക്ഷാപ്രവർത്തനം ഈ പ്രദേശത്ത് നടന്നില്ല. അവർ കൃത്യമായൊരു ഒരു തരത്തിൽ മുന്നോട്ട് പോയില്ല രക്ഷാപ്രവർത്തനം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 3 മണിക്ക് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം ഒരു ഒതുക്കത്തിൽ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഈ 70% സിഗ്നൽ അവിടെ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴേക്കും പ്രതികൂലമായ കാലാവസ്ഥയായി, മഴയെത്തി, ശക്തമായ മഴയുണ്ട്. രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇനി മഴ മാറിയാൽ മാത്രമേ ഈ തെരച്ചിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നാളെ അതിരാവിലെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ADGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംഭവസ്ഥലത്ത് തന്നെയുണ്ട്. അവർ അവിടെ നിന്ന് തിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുമായി ഇപ്പോഴും അവർ ഈ ചർച്ചകൾ, അതായത് ഇനി എങ്ങനെ വേണം ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. അരുണ് തുടരണം. കനത്ത മഴയാണ്, അവിടുത്തെ സാഹചര്യം വളരെ മോശമാണെന്ന് അറിയാമെങ്കിലും അരുൺ 1-2 വിഷയങ്ങൾ കൂടി അതിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം ഞാൻ അരുണിലേക്ക് വരാം. ഇന്ന് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട ലോറിയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായ മലയാളി രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിലല്ല മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനം പരാജയമാണെന്നും രഞ്ജിത്ത് പറഞ്ഞു. ആ പ്രതികരണം നമുക്ക് കാണാം. ട്രക്ക് പോയിന്റ് ഔട്ട് ആയിട്ടില്ല, നേരായ ദിശയിലല്ല ഈ വർക്ക് ഇത്ര ദിവസം പോയിക്കൊണ്ടിരുന്നത്. അവർ റോഡ് മണ്ണ് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അവർ നിൽക്കുന്നത്. അതുപോലെ ഒരു പോസിബിലിറ്റി എന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി, ഒരു ലോറി ഉണ്ടെന്ന് പോസിബിലിറ്റിയാണ്. കാരണം അവിടെ കടയുണ്ടായിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് പാർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് GPR ലൊക്കേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട്, ഒരു സർക്കിൾ, ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അതിപ്പം ഇത് അർജുന്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് സംസാരിക്കും. പല ഓഫീസേഴ്സ് നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് കാണിക്കാൻ പറ്റൂല, അവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആർമി വന്ന് അവർക്ക് ഉറപ്പാണ്, അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആർമി പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥർ അവരെ വിളിക്കാതെ ആർമിക്ക് വരാൻ പറ്റൂല. അവർ ബെൽഗാമിലുണ്ട്, അവിടുന്ന് 6 മണിക്കൂർ കൊണ്ട് നമ്മുടെ സ്ഥലത്ത് എത്തുമെന്ന് അവർ പറയുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ആർമിയെ വരുത്തണം. നമുക്ക് ആർമി വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഡിമാൻഡിങ് ആർമി. ബെൽഗാമിലുള്ള ഉദ്യോഗസ്ഥരല്ല, ഒരു മലയാളിയായ മേജർ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡെപ്യൂട്ടി കമാൻഡറിന് വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് നമ്മൾ വിളിക്കുക, ഒരു സിവിൽ സർവൻറ്റ് അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ആർമി വന്നാൽ അത് ക്ലിയറായി കിട്ടും. അവർക്കും നല്ല പ്രതീക്ഷ ഉണ്ട്. ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഇപ്പം നമ്മുടെ ഒരു മലയാളി പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കൊക്കെ അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്രയും അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഈ 5 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവർ പോയിട്ട് കുറച്ച് സമയം കൊണ്ട് അവർ മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നാളെ പറയും അത് നമ്മളതല്ല, വീണ്ടും അത് വൈകിക്കും. നമുക്കിനി സമയമല്ല. എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് കാണണ്ടേ. 5 ദിവസം കഴിഞ്ഞ് ഇനി ഹോപ്പൊന്നുമില്ല. പക്ഷേ ഏതായാലും ഇറങ്ങി തിരിച്ച് നമുക്ക് ആർമി വേണം. ആർമി വന്നാൽ എല്ലാം ക്ലിയർ ആവും. ആർമി വന്നില്ലെങ്കിൽ ഇത് ഇനിയും ഒരു 5 ദിവസം ഇനി അങ്ങോട്ട് പോകും. നമുക്ക് ചാനലിൽ ഇതൊരു ന്യൂസ് ആയിരിക്കും, കുറേ നാട്ടുകാർക്കും അതിന് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു മാനസികാവസ്ഥ ആരും പരിഗണിക്കുന്നില്ല. ഞങ്ങൾക്ക് ആർമി വേണം, ആർമി വരാതെ ഒരു രക്ഷയില്ല. നമ്മളെല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. CM പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആർമി വരാതെ ഒരു രക്ഷയുമില്ല. ശക്തമായ മണ്ണിടിച്ചിലിനാണ് നമുക്ക് ഇങ്ങനത്തെ ഫോഴ്സൊക്കെ. അവര് റെഡിയാണ്. പിന്നെ ആരാണ് ഇത് വിളിക്കാത്തത്? ആർക്കാണ് പ്രശ്നം? അവര് റെഡിയാണ്. ഇത് അഞ്ജു ആണ് സംസാരിച്ചത്. അർജുൻ്റെ സഹോദരി മിലിറ്ററി വരണം, ആർമി വരണം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. തന്നെയുമല്ല ആർമി ഉദ്യോഗസ്ഥർ വ്യക്തിപരമായി ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നുണ്ട്. ആ സന്ദേശങ്ങളുണ്ട്. അത് പക്ഷേ ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവർക്ക് കഴിയും, ആ ടെറൈൻ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ, കർണാടക സർക്കാർ, അതെ, ഒരിക്കൽ കൂടി സംസാരിക്കുന്നത്, കർണാടക സർക്കാർ അക്കാര്യത്തിൽ ഇടപെടണം എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതിനിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ നിൽക്കുന്ന ലോറി ഉടമ മനാഫിനെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന പരാതി ഇന്ന് ഉയർന്നു. കൂടുതൽ രക്ഷാപ്രവർത്തകരെ സ്ഥലത്തെത്തിച്ചപ്പോഴായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ ഈ മർദ്ദനമുണ്ടായത്. ആ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരികയും ചെയ്തു.
ഇതായിരുന്നു ദൃശ്യങ്ങൾ. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് സംഭവ സ്ഥലത്തുനിന്ന്. അരുൺ, ഇതിപ്പോൾ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ആർമി വരണം എന്നതാണ്. പലരും വ്യക്തിപരമായി ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന കുടുംബാംഗങ്ങളെ ഉന്നത ആർമി ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. നാളെയും ഇതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ ഈ സംഘം ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ അടുത്ത പടി, അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ എന്തെങ്കിലും കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടോ അവിടെ? വിജയകുമാർ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു ഏകോപനമില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ്. അത് തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ നിഴലിച്ച് നിന്നിരുന്നു. ഇന്നും അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് 3 മണിവരെയും കൃത്യമായൊരു ഏകോപനമില്ലായ്മ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായവുമായി എത്തിയ ഇതിൻ്റെ വിദഗ്ധരായ ആളുകൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കർണാടക പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. ഒടുവിൽ കളക്ടറൊക്കെ ഇടപെട്ടാണ് അവരെ അകത്തേക്ക് കയറ്റിവിടുന്ന, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് അനുമതി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ആ സമയത്തുണ്ടായത്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ടീമിനെ വെച്ചുകൊണ്ട് മാത്രം ഈ രക്ഷാപ്രവർത്തനം നടത്തിയാൽ അത് എത്രത്തോളം സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ആർമി ഉദ്യോഗസ്ഥർ പോലുള്ള, അതായത് വിദഗ്ധരായ ആളുകൾ ഇനിയും ഈ കാര്യത്തിൽ പങ്കാളികളാകണം എന്നതാണ് പ്രധാനമായും ഇവിടുന്ന് ഉയരുന്ന ആവശ്യം. ഈ അർജുൻ്റെ ബന്ധുക്കളിൽ നിന്ന് മാത്രമല്ല, ഈ തമിഴ്നാട് സ്വദേശികളായ ചില ആളുകൾ കൂടി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. നേരത്തെ ഒരു ലോറി ഡ്രൈവറായ ശരവണൻ, അദ്ദേഹത്തിൻ്റെ ലോറി ഈ പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തു. പക്ഷേ ശരവണ്ണെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ശരവണ്ണന്റെ സുഹൃത്തായ ഗണപതി അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഉച്ചയ്ക്കാണ് അദ്ദേഹം ഇക്കാര്യം നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും അങ്ങനെ ഒരുപാട് ആളുകൾ, നമുക്ക് തിരിച്ചറിയാനാവാത്ത, അല്ലെങ്കിൽ ബന്ധുക്കൾ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഒരു വിശ്വാസം ഈ രക്ഷാപ്രവർത്തകർക്കുമുണ്ട്. ആ രക്ഷാപ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം ആളുകൾ അതിനുള്ളിലുണ്ട് എന്നറിയാതെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രധാന പ്രശ്നം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു ഏകോപനമില്ലായ്മ ഉണ്ടായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നു വന്നതുപോലെ തന്നെ ഇന്നും ഉണ്ടായി. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ഒരു ഊർജ്ജത്തോടു കൂടി രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയെങ്കിലും അതിലും ഈ പ്രതികൂല കാലാവസ്ഥ തടസ്സമായി നിന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി, രാത്രിയോടുകൂടി ശക്തമായ മഴ പെയ്തു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ ശക്തമായ മഴയാണ്. അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തെ അത് നല്ല രീതിയിൽ തന്നെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇനി നാളെ അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം തുടരാൻ സാധിക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസമാണുള്ളത്. പക്ഷേ എത്രത്തോളം, അതായത് ഇതിലിപ്പോൾ ഈ സൈന്യത്തെ വിളിക്കണമെന്ന ആവശ്യം അവിടെ ഉയർന്നിട്ടുണ്ട്. അത് ഈ കുടുംബാംഗങ്ങൾ അവരുടേതാണല്ലോ, അവരുടെ ആവശ്യമാണല്ലോ ആദ്യം വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ ആ ആവശ്യത്തോട് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ സിദ്ധരാമയ്യ നാളെ അവിടേക്ക് എത്തുമെന്ന് കേൾക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതികരണം സർക്കാർ വൃത്തങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ അടുത്ത ഏജൻസി അത് ഏൽപ്പിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണല്ലോ. അതിനും തയ്യാറാകുന്നില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ, ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. നാളെ സിദ്ധരാമയ്യ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇന്ന് കർണാടക സർക്കാരിലെ മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിരുന്നു. HD കുമാരസ്വാമി, കേന്ദ്രമന്ത്രി, അദ്ദേഹവും ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്, ഇത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്, ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ, ഇത്രയും വ്യാപ്തിയുള്ള ഒരു അപകടം, ആ മണ്ണ് നീക്കം ചെയ്യുക, അതിനുള്ള ആളുകളെ പുറത്തെടുക്കുക എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതിന് ഒരുപാട് ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഈ ടീമിന് വെച്ച് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു പ്രതീക്ഷയാണ് HD കുമാരസ്വാമി ഇന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ഈ ടീമിനെ വെച്ചുകൊണ്ട് മാത്രം, ഈ ഒരു രക്ഷാപ്രവർത്തക സംഘത്തെ വെച്ചുകൊണ്ട് മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോവുക ഒരിക്കലും സാധ്യമല്ല. ഇനിയും കൂടുതൽ വിദഗ്ധരായ ആളുകൾ, വിദഗ്ധ ഏജൻസികളെ ഇക്കാര്യം ഏൽപ്പിക്കണം, ഈ രക്ഷാപ്രവർത്തനം ഏൽപ്പിക്കണം. നല്ല ഏകോപനം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടാവണം. പക്ഷേ സർക്കാരുകൾ അതിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നും ആ കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലായത്. MLAയും മന്ത്രിമാരുമൊക്കെ ഇവിടെ എത്തിയതിന് ശേഷം
അവർ ഈ ശുഭാപ്തി വിശ്വാസവും 100% ആത്മവിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസവും ഇരുട്ടുമ്പോഴും ഈ ബന്ധുക്കൾക്ക് ആദി വർദ്ധിക്കുകയാണ്. തങ്ങളുടെ ഉറ്റവർ ഇതിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അർജുൻ മാത്രമല്ല, തമിഴ്നാട് സ്വദേശിയായ നാമക്കൽ സ്വദേശിയായ ശരവണനെയും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശരവണന്റെ ലോറി ഈ പ്രദേശത്ത് നിന്നാണ് കണ്ടെത്തിയത്. പക്ഷേ ശരവണൻ എവിടെ പോയി എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഉറ്റവരെ തേടി ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് എത്തുന്നുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഒരു ഏകോപനമില്ലാതെ മുന്നോട്ട് പോകുന്നു. കൃത്യമായ അച്ചടക്കം ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, അരുൺ, അവിടെ ഇപ്പോൾ ഒരു പക്ഷേ 24 മണിക്കൂർ പകലും അവിടുത്തെ രക്ഷാപ്രവർത്തനം കണ്ടതാണ്. അരുൺ അത് പറയുന്നത് കൃത്യവുമാണ്. ഏകോപനത്തിൻ്റെ കുറവുണ്ട്. അതിപ്പോൾ കുടുംബാംഗങ്ങളും ആരോപിക്കുകയാണ്. നമ്മുടെ അർജുൻ, ഒരു ശരവണൻ, അങ്ങനെ ആ പട്ടിക നീളുന്നുണ്ട്. ഇവരൊക്കെ എവിടെ പോയി എന്നതിൻ്റെ ചോദ്യങ്ങൾ ഉയർന്നു. ഇപ്പോൾ 110 മണിക്കൂറിൽ പിന്നിടുകയാണ് അർജുനെ കാണാതായിട്ട്. കുടുംബാംഗങ്ങളുടെ ആശങ്ക കൃത്യമായി സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അർജുൻ്റെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, നേരത്തെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുടുംബാംഗങ്ങൾ പറയുന്നു ആർമി വരണം, മിലിറ്ററി വരണം എന്ന് പറയുന്നു. തന്നെയുമല്ല, ഈ ആർമിയിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ വ്യക്തിപരമായ കോളുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ, ഞങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നത് അവരുടെ ഫോണിലുണ്ട്. അവരതിപ്പോൾ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനി എന്തെങ്കിലും ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അടുത്ത നീക്കമെന്ത്? നിസ്സഹായ അവസ്ഥയിലുള്ള കുടുംബത്തിൻ്റെ നീക്കമെന്തെന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും എന്താണ് അവർ പറയുന്നത് ഇപ്പോൾ? വിജയകുമാർ, കുടുംബം അവർക്ക് സാധ്യമാവുന്നതൊക്കെ ചെയ്യുകയാണ്. പക്ഷേ അതിന് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള മറ്റ് ഇടപെടലുകൾ, അതാണ് നിലവിൽ ആവശ്യം. ആർമിയെ വിളിക്കുക, സൈന്യത്തെ ഈ രക്ഷാദൗത്യം ഏൽപ്പിക്കുക, ആ ആവശ്യം അവർ ആവർത്തിക്കുകയാണ്. അവർ നേരത്തെ തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതുമാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബത്തെ ആർമിയുടെ പല ഉദ്യോഗസ്ഥരും നേരിട്ട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ച് അവർ തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രക്ഷാദൗത്യമാണിത് എന്ന് ആർമിയുടെ പല ഉദ്യോഗസ്ഥരും വിളിച്ച് തങ്ങളോട് പറയുന്നുണ്ട് എന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറയുന്നു. പക്ഷെ അപ്പോഴും എന്താണ് ഈ ആർമിയെ വിളിക്കാൻ അവിടെ തടസ്സമായി നിൽക്കുന്നത്? രക്ഷാദൗത്യം ആർമിയെ ഏൽപ്പിക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ന്യായമായ ചോദ്യമാണ് അഞ്ജു ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഇത്രയും ദിവസം, 5ഓളം ദിവസമായി അർജുൻ ആ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ യാതൊരു രീതിയിലുള്ള ഒരു ശുഭസൂചകമായ ഒരു വാർത്തയും അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബത്തെ ഏറ്റവും അധികം വിഷമത്തിലാക്കുന്നത്. ആ ഒരു സങ്കടം അത് നമുക്ക് നമ്മൾ ഈ ബൈറ്റ് എടുക്കാൻ, അവരുടെ പ്രതികരണം എടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാനായി സാധിക്കുന്നുണ്ട്. കാരണം വളരെ പ്രതീക്ഷ, ഇന്നലെ ഈ ഒരു രക്ഷാദൗത്യം ആരംഭിച്ച ആ ഒരു ഘട്ടത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നീട് രാത്രി ഏതാണ്ട് 8:30 മണിയാവുമ്പോഴേക്ക് ഈ രക്ഷാദൗത്യം അവസാനിക്കുന്നു. അവരതിൽ വളരെ അവരുടെ ആ ഒരു വിഷമം അവരത് ഇന്ന് രാവിലെ ഇന്ന് ഉച്ച കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ ആ ഒരു വിഷമം പ്രകടിപ്പിച്ചതാണ്. കാരണം ഒരു മനുഷ്യജീവൻ ആ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെയാണ് 8:30 മണിക്ക് ഒരു രക്ഷാപ്രവർത്തനം അവിടെ അവസാനിപ്പിക്കാൻ കഴിയുക എന്നുള്ള അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നും അവർ പറഞ്ഞത് അർജുനെ കണ്ടെത്തുന്നതുവരെ, അർജുനെ ജീവനോടെ തിരികെ കൊണ്ടുവരുന്നതുവരെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രതികൂല കാലാവസ്ഥകളെ കുറിച്ച്, പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങളെ കുറിച്ചൊക്കെ തങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് അവിടേക്ക് വരാത്തത്? സൈന്യത്തെ, ആർമിയെ ഈ രക്ഷാപ്രവർത്തനം ഏൽപ്പിക്കുക, അത് തന്നെയാണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന കാര്യം അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ്. പക്ഷെ എവിടെയാണ് അതിനൊരു തടസ്സമുള്ളത്? ഈ ആർമിയിലേക്ക് എത്താൻ, ആ ഒരു കോൾ ആർമിക്ക് എത്താൻ എന്താണ് തടസ്സം എന്ന ചോദ്യം, ആ ചോദ്യം ന്യായമാണ്. ഉറപ്പായും അത് തന്നെയാണ് അഭിജിത്ത്, വളരെ ന്യായമാണ് അവരുടെ ആവശ്യം. അവർ ചോദിക്കുന്നത് 5 ദിവസം കഴിഞ്ഞു, ഇനി പ്രതീക്ഷയില്ല, ഞങ്ങളുടെ മാനസികാവസ്ഥ ആരും പരിഗണിക്കുന്നില്ല, ഫോഴ്സ് റെഡിയായിട്ടും ആരാണ് വിളിക്കാൻ തടസ്സമാകുന്നത്? ഞങ്ങളുടെ ആവശ്യം ഇത് ഒരിക്കൽ കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണെന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്. അവരുടെ പ്രശ്നത്തിന് ഇനി എവിടെയാണ് പരിഹാരം ഉണ്ടാകുക എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ ഇതേ തലത്തിൽ തന്നെയാണോ അതോ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉണ്ടാകുമോ? സൈന്യത്തിൻ്റെ സേവനം സർക്കാർ തേടുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. അഭിജിത്ത് മുഴക്കുന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ്റെ വീട്ടിൽ നിന്ന്. അരുൺ പാറക്കിലാണ് സംഭവ സ്ഥലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഗുജറാത്തിലെ വഡോദരയിൽ ക്ലാസ് മുറിയുടെ ചുമരിടിഞ്ഞു വീണു. 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ 4 കുട്ടികൾക്ക് പരിക്ക്.
കനത്ത മഴയെ തുടർന്ന് ഇടുക്കി നേര്യമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെ ഏർപ്പെടുത്തിയിരുന്ന യാത്രാ നിയന്ത്രണം നീക്കി. പ്രദേശത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി. കംബോഡിയയിലെ കോൾ സെന്റർ മുഖേന ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ കേസിൽ 4 മലയാളികൾ അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷം നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ച് തട്ടിപ്പ്. സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയോഗിച്ചെന്ന വാർത്തകൾ തള്ളി ചീഫ് സെക്രട്ടറി വി വേണു. വിദേശ ഏജൻസികൾ, എംബസികൾ, പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവരുമായി ഏകോപനം നടത്താൻ ഉദ്യോഗസ്ഥനെ നിയമിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വിശദീകരണം. തൃശൂരിൽ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേരെ ആക്രമണം. ഫാർമസി മുറിയിലേക്ക് ദ്രാവകം വലിച്ചെറിഞ്ഞ ശേഷം തീയിട്ടു. തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു ജീവനക്കാരന് പരിക്കേറ്റു. തിരുവനന്തപുരം വെമ്പായത്ത് വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. വാർത്താമഴ തുടരുകയാണ്. നീറ്റ് UG പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് റോൾ നമ്പർ പുറത്തുവിടാതെ ഫലം പ്രഖ്യാപിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച സംശയിക്കുന്ന ഗുജറാത്തിലെ രാജ്കോട്ടിൽ 85% വിദ്യാർത്ഥികളും യോഗ്യത നേടി. 17 വിദ്യാർത്ഥികൾക്ക് 700-ലധികം മാർക്ക് ലഭിക്കുകയും ചെയ്തു. നീറ്റ് UG പരീക്ഷയിൽ സംസ്ഥാനങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും തിരിച്ചുള്ള ഫലമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചത്. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതിയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരിച്ചുള്ള ഫലം പ്രഖ്യാപിക്കാൻ NTA നിർദ്ദേശിച്ചത്. വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കരുതെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ റോൾ നമ്പറുകൾ നീക്കം ചെയ്താണ് ഫലം പ്രഖ്യാപിച്ചത്. കേന്ദ്രങ്ങൾ തിരിച്ച് ഫലം പ്രഖ്യാപിച്ചപ്പോൾ പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും പുറത്തുവന്നു. ഗുജറാത്ത് രാജ്കോട്ടിലെ ഒരു സെന്ററിലെ 85% വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. 12ഓളം വിദ്യാർത്ഥികൾ 700-ന് മുകളിലും 200-ലധികം വിദ്യാർത്ഥികൾ 600-നും 700-നും ഇടയിൽ മാർക്ക് നേടി. രാജസ്ഥാനിലെ ഒരു കേന്ദ്രത്തിലെ 83 വിദ്യാർത്ഥികളാണ് 600-ന് മുകളിൽ മാർക്ക് നേടിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് നടന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത്. 24 ഡൽഹി. ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ജമ്മുകാശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ ഉന്നതതല യോഗം ചേർന്നു. കരസേനാ മേധാവിയും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ സുരക്ഷാ സാഹചര്യം യോഗം വിലയിരുത്തി. ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനായിരുന്നു കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുടെ സന്ദർശനം. ജമ്മുകാശ്മീരിലേക്കുള്ള കരസേനാ മേധാവിയുടെ 2ാമത്തെ സന്ദർശനമാണിത്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും കരസേനാ മേധാവി പങ്കെടുത്തു. നിലവിലെ സുരക്ഷാ സാഹചര്യം യോഗം വിലയിരുത്തി. ജമ്മുകശ്മീരിൽ 3000-ലധികം സൈനികരെ വിന്യസിച്ചു. ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. 3 ഇൻഫൻട്രി ബറ്റാലിയൻ സംഘവും പാരാ സ്പെഷ്യൽ ഫോഴ്സും ജമ്മുവിലെത്തി. കേന്ദ്ര സായുധ പോലീസ് സേനയിലെ കൂടുതൽ സംഘങ്ങളെയും ജമ്മുവിലെത്തിക്കും. ജമ്മുകശ്മീരിൽ സംയുക്ത സൈനിക നടപടിക്കാണ് നീക്കം. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തി. സുരക്ഷാ സേനയുടെ വിന്യാസമടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. 24 ഡൽഹി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ വീണ്ടും അപകടം. ഫുട്ബോൾ എടുക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. ശക്തമായ ഒഴുക്കിനെ മറികടന്ന് സാഹസികമായാണ് ഫയർഫോഴ്സ് സംഘം കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. അതേസമയം ഗായത്രി പുഴയിൽ കാണാതായ യുവാവിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. പുഴയരികിൽ നിന്ന് കളിക്കുകയായിരുന്ന കുട്ടികൾ ബോൾ വെള്ളത്തിൽ പോയതിനെ തുടർന്ന് എടുക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 3 പേർ ഒരുമിച്ചാണ് പുഴയോരത്തെത്തിയത്. 2 പേർ ഒഴുക്കിൽപ്പെട്ട കാര്യം മൂന്നാമൻ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. വണ്ടിത്താവളം സ്വദേശികളായ അഭിനവ് കൃഷ്ണ, അജിൻ എന്നിവരെ 1.5 മണിക്കൂർ പരിശ്രമത്തിന് ശേഷമാണ് ഫയർഫോഴ്സ് സംഘത്തിന് രക്ഷിക്കാനായത്. എന്തിനാ നിങ്ങൾ പോയത്? ബോൾ എടുക്കാൻ പോയതാണോ? ബോൾ അവിടെ പെട്ടുപോയോ? ചൊവ്വാഴ്ച അറ്റൻഡ് ചെയ്ത കളിനെക്കാട്ടിലും കുറെ കൂടെ ഒഴുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം കമ്മിയാണെങ്കിൽ നല്ല ഒഴുക്കായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രൊഫഷണലായ രീതിയിൽ ലാഡർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അത് രക്ഷപ്പെട്ടത്. ആലംകടവിൽ നിന്ന് 180 മീറ്ററോളം ഒഴുകിപ്പോയ കുട്ടികൾ സമീപത്തെ പാറയിൽ കയറി നിൽക്കുകയായിരുന്നു. നടത്തിക്കൊണ്ടുവരിക പ്രയാസമാകുമെന്ന് മനസ്സിലാക്കി ലാഡറും വടവും ഉപയോഗിച്ചാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. തരൂർ ഗായത്രിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു. ചിറ്റൂർ കുറ്റിപ്പള്ളം സ്വദേശി സിബിലാണ് ഒഴുക്കിൽപ്പെട്ടത്.
സുഹൃത്തുക്കൾക്കൊപ്പം രാവിലെ 11 മണിയോടെ കുളിക്കാനിറങ്ങിയതായിരുന്നു സിബിൽ. പാലക്കാട് സ്കൂബ ടീമും ആലത്തൂർ അഗ്നിരക്ഷാസേനയും തെരച്ചിൽ തുടരുകയാണ്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ഒരാഴ്ചയായി സംസ്ഥാനത്ത് പെയ്യുന്ന മഴയ്ക്ക് നേരിയ ശമനം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. കോഴിക്കോട് കപ്പലങ്ങാടി ബൈത്താനി മേഖലയിൽ രാവിലെ മുതൽ രൂക്ഷമായ കടലാക്രമണമാണ്. ഒരാഴ്ചയായി സംസ്ഥാനത്ത് പെയ്യുന്ന ശക്തമായ മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ദേശീയപാതയിലടക്കം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. 4 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെയും മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കോഴിക്കോട് കപ്പലങ്ങാടി ബൈത്താനി മേഖലയിൽ രാവിലെ മുതലുണ്ടായ കടലാക്രമണത്തിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. അട്ടപ്പാടിയിൽ 3 ദിവസം മുമ്പ് കാണാതായ സിവിൽ പോലീസ് ഓഫീസർ മുരുകന്റെയും സുഹൃത്ത് കാക്കന്റെയും മൃതദേഹങ്ങൾ വരകയാർ പുഴയ്ക്ക് സമീപത്തു നിന്ന് കണ്ടെത്തി. നെയ്യാറ്റിൻകര ധനുവച്ചപുരത്ത് പെയ്ത ശക്തമായ മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സമീപ പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. കനത്ത മഴയെ തുടർന്ന് കൊല്ലം പുനലൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുനലൂർ കരവാളൂർ പൂക്കുഴിഞ്ഞി ചമ്പക്കര പുത്തൻ വീട്ടിൽ രാജൻ പിള്ളയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കൊച്ചി മെട്രോ തൂണിനടിയിൽ കിടന്നവരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ 15 ദിവസത്തിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം. പത്തനംതിട്ടയിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയെ കാപ്പ കേസിൽ നാടുകടത്തി. നടപടി തൂവയൂർ മേഖലാ സെക്രട്ടറി അഭിജിത്ത് ബാലനെതിരെ. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന് DIG R നിശാന്തിനിയുടെ ഉത്തരവ്. പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് മംഗലാപുരം ആസ്ഥാനമായി പുതിയ ഡിവിഷൻ ആരംഭിക്കുന്നു എന്ന വാർത്തകൾ തള്ളി റെയിൽവേ. ചർച്ചകളോ നിർദ്ദേശങ്ങളോ പദ്ധതികളോ റെയിൽവേക്ക് മുന്നിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് വിശദീകരണം. ഇടുക്കി ഉപ്പുതറയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനം വകുപ്പ് വാച്ചർക്ക് പരിക്ക്. കൈപ്പത്തിക്ക് ഗുരുതരമായി പൊള്ളലേറ്റ പ്രസാദിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അറ്റകുറ്റപ്പണിക്കായി കൊച്ചി കുണ്ടന്നൂർ തേവല പാലം ഇന്ന് രാത്രി 10 അടയ്ക്കും. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് പാലം വീണ്ടും തുറക്കും. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 106ആയി. സർക്കാർ ജോലിയിലെ സംവരണത്തിനെതിരെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളും പോലീസുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. സർക്കാർ ജോലിയിലേക്കുള്ള സംവരണത്തിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ആകെയുള്ള 55% സംവരണത്തിൽ 30% സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്കാണ്. 2018 രാജ്യവ്യാപക പ്രക്ഷോഭത്തെ തുടർന്ന് സംവരണം പിൻവലിച്ചു. കഴിഞ്ഞ മാസം ബംഗ്ലാദേശിലെ കോടതി സംവരണം പുനഃസ്ഥാപിച്ചതോടെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടങ്ങിയത്. പോലീസും സമരക്കാരുമായി ഏറ്റുമുട്ടലുണ്ടായി. നിരവധി പേർ കൊല്ലപ്പെട്ടു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും സഖ്യകക്ഷികളുമാണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. അക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിനിടെ സംവരണം പുനഃസ്ഥാപിച്ച നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. എന്നാൽ സംവരണം പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയാണ് പ്രതിഷേധക്കാർ. സ്ഥിതിഗതികൾ രൂക്ഷമായതിനെ തുടർന്ന് രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. ഇന്ത്യൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഷെയ്ഖ് ഹസീന സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി പ്രക്ഷോഭം മാറിയിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.